ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ശ്രീസ് വേൾഡ്. ഞാൻ ഇന്നിവിടെ ഒരു ക്രാഫ്റ്റ് ഐറ്റവുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഫാൻസി കടയിൽ പോയാൽ കാണാം ചെറിയ തൊപ്പികൾ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡുകൾ ഉണ്ടാകും, ഹെയർ ക്ലിപ്സ് ഉണ്ടാകും, ഹെയർ ബൺസ് ഉണ്ടാകും. അങ്ങനെ നല്ല ഭംഗിയാണ് അത് കാണാൻ. നമുക്ക് കുട്ടികൾക്കൊക്കെ അത് ഡ്രസ്സിനനുസരിച്ച് വെച്ച് കൊടുത്താലൊക്കെ നല്ല രസമാണ് കാണാൻ. അത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ മേലെയൊക്കെ മാഗ്നറ്റ് വെച്ചിട്ടൊക്കെ ഭംഗിയാക്കിയിട്ട് വെക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ വെള്ളമൊക്കെ വാങ്ങിക്കുന്ന കുപ്പികളുടെ അടപ്പുകൾ മാത്രം മതി. അപ്പം ഞാനിവിടെ ഒരു കോളയുടെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പഴയ തുണികൾ എന്തെങ്കിലും, എൻ്റെ അടുത്തൊരു ഉടുപ്പുണ്ട് നല്ല കളറായിട്ടുള്ള, ആ ഉടുപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതേപോലെ നല്ല ഭംഗിയുള്ള തുണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഉടുപ്പ്, നൈറ്റി, എന്തെങ്കിലും ഡ്രസ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്താൽ മതി. പിന്നെ ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി, അതായത് സോപ്പ് പെട്ടിയോ ബിസ്ക്കറ്റിൻ്റെ പെട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കുറച്ച് കട്ടിയുള്ള, അധികം കട്ടി വേണ്ട എന്നാൽ അങ്ങനെയുള്ളൊരു ബോക്സും വേണം. അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് റൗണ്ടിൽ കിട്ടാൻ വേണ്ടി ഞാനൊരു മൂടി എടുത്തിട്ടുണ്ട്. പിന്നെ സ്കെച്ചും പിന്നെ സൂചി നൂലും, ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ബിസ്ക്കറ്റിൻ്റെ പെട്ടിയാണ്. ഇതുപോലെ സോപ്പിൻ്റെ പെട്ടിയൊക്കെ ഉണ്ടാവും, അതെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഉണ്ടാക്കാം. ഒരു ഗ്ലൂ ഗണ്ണും വേണം, കത്രികയും വേണം. ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ സോപ്പ് പെട്ടി ഞാൻ എടുത്തിട്ടുള്ളത് ബിസ്ക്കറ്റിൻ്റെ പെട്ടിയാണ്. ഇത് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രത്തിൻ്റെ അടപ്പാണ്, ഒരു കുപ്പിയുടെ അടപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഞാൻ റൗണ്ടിൽ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഫാസ്റ്റാക്കി ചെയ്തിട്ടുള്ളത് കൊണ്ട് സൗണ്ട് ചിലപ്പം കുറച്ച്, സൗണ്ടും വീഡിയോയും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും. അപ്പം ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പം തന്നെ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലാകും. നമുക്കിത് വലുതും ചെറുതും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ സോപ്പ് പെട്ടിയുടെയോ ബിസ്ക്കറ്റ് പെട്ടിയുടെയോ ഒക്കെ ആ ഒരു പേപ്പറിൻ്റെ കഷ്ണം ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് നമ്മൾ തുണിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. തുണിയിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതേ വലുപ്പത്തിലല്ല നമ്മൾ തുണി കട്ട് ചെയ്യേണ്ടത്. അതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതായത് ഒരു 1-1.5 ഇഞ്ച് കൂടുതലായിട്ട് എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം ഇത് നമുക്ക് കവർ ചെയ്ത് നിൽക്കണം. ഈ തുണി ഈ അതിൻ്റെ കഷ്ണത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് കവർ ചെയ്ത് നിൽക്കണം. അത് മാത്രമേ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടുള്ളൂ. അതേ അളവിൽ എടുക്കരുത്, കുറച്ചുകൂടെ വലുപ്പത്തിൽ എടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ക്യാപ്പ് വെച്ചിട്ടും അതേപോലെ തന്നെ നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കണം. അതും ക്യാപ്പിനേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിൽ വേണം, ക്യാപ്പിൻ്റെ വട്ടത്തിനേക്കാളും കുറച്ചും കൂടെ വട്ടത്തിൽ വേണം നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ആ ക്യാപ്പ് കവർ ചെയ്യാൻ പറ്റണം, അത്രയും ആ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മളിത് സൈഡ് റൗണ്ടിലൊന്ന് ഒരു സാധാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. വളരെ എളുപ്പമാണ്. സാധാരണ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് അത് വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. രണ്ടും അതേപോലെ ചെയ്ത് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കാം.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ കയ്യിലുള്ള സാധനങ്ങളുമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിത് ഫ്രിഡ്ജിൻ്റെ മേലെ മാഗ്നറ്റ് ഒട്ടിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ മാഗ്നറ്റ് ഒട്ടിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ വാതിലിൻ്റെ മേലെയൊക്കെ എന്തെങ്കിലും സ്റ്റിക്കർ പോലെ ഡബിൾ സൈഡ് ടാപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ പല തരത്തിലും ഡെക്കറേറ്റീവ് ആയിട്ടായിട്ടും ഇത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ തൊപ്പി ഞാൻ വയ്ക്കുന്നത് ഒരു ഹെയർ ബോയുടെ മുകളിലാണ്. ഈ ഹെയർ ബോ ഞാൻ സിൽക്ക് ത്രെഡ് ചുറ്റിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് എങ്ങനെയാണ് ഈ സിൽക്ക് ത്രെഡ് ചുറ്റി ഹെയർ ബോ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് വേണ്ടവർക്ക് അത് നോക്കിയിട്ട് അതെങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയാണ് ചെയ്തു കഴിഞ്ഞാൽ. കുട്ടികളുടെ ഡ്രസ്സിനനുസരിച്ച് നമുക്കിത് ചെയ്തു കൊടുക്കാം.
നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.